ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം, ഈ ആത്മീയ വളർച്ചയ്ക്ക് നമ്മൾ ഒറ്റപ്പെടണോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തേക്ക് നമ്മൾ ഉപേക്ഷിക്കണോ? കാരണം ആത്മീയ വളർച്ച നേടിയവരാണല്ലോ ഈ ബുദ്ധനും ഈ ശ്രീനാരായണ ഗുരുവും അതുപോലെ ഒരുപാട് ആത്മീയ ആചാര്യന്മാരെല്ലാം അവരുടെ കുടുംബമൊക്കെ ഉപേക്ഷിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട് എന്നുണ്ടല്ലോ. അപ്പൊ ഈ കാലഘട്ടത്ത് അതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പൊ അതെങ്ങനെയാണ് അത് കറക്റ്റ് ആക്കുന്നത്? കാരണം ഇതൊക്കെ ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ടാലല്ലേ നമുക്ക് ആത്മീയ വളർച്ച പറ്റുള്ളൂ. പിന്നെ ചിലര് എന്നെ വിളിച്ച് ചോദിക്കുന്നത്, വീട്ടിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ ഭയങ്കരമായ വഴക്കാണ്, പ്രശ്നങ്ങളാണ്, നമ്മുടെ ഈ ഒരു കാഴ്ചപ്പാടുകൾ തമ്മിലൊന്നും യോജിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉള്ള പൊരുത്തക്കേട് കൊണ്ടുള്ള ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശരിക്കും നമുക്ക് ആത്മവളർച്ചയ്ക്ക് ഉള്ള ഈ തടസ്സം മാറാൻ അവരെ നമ്മൾ ഉപേക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇങ്ങനെയൊക്കെ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർ പറയുന്ന ന്യായം, ഈ ശ്രീനാരായണ ഗുരുവിന്റെ കഥ പറയുന്നു, പിന്നെ ബുദ്ധൻ ഉപേക്ഷിച്ച് പോയതല്ലേ, പിന്നെ വേറെ ആരുടെയൊക്കെ കാര്യങ്ങൾ ഇതുപോലെ പറയുന്നുണ്ട്, അവർക്കറിയാവുന്ന ചില വ്യക്തികളുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതേ മേഖല വെച്ച് ദൈവത്തോട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ചോദിച്ച് എനിക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങളും വെച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. നമ്മൾ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഓരോ സ്റ്റേജ് കയറി വരികയാണ്. ഈ ആത്മീയ വളർച്ചയിൽ ഓരോ സ്റ്റേജസ് ആണ്. അപ്പൊ നമ്മുടെ ഈ ജന്മത്തിൽ നമ്മളൊരു ആത്മീയ വളർച്ച വരുന്ന ഒരു സ്റ്റേജ് എത്തുന്നതിന് മുന്നമേ ചില നെഗറ്റീവ് ശക്തികളുടെ ഒരു കുരുക്കാണ് നമുക്ക് യോജിക്കാത്ത ഒരു വിവാഹം, ആ ഒരു കുടുംബം നമുക്ക് ഉണ്ടായി വരുന്നത്. നമുക്ക് യോജിക്കുന്നതല്ല അത്. കാരണം നമ്മൾ ആത്മീയമായിട്ട് ഒരു ബ്ലോക്ക് ആയി നിൽക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ പേർക്കും ഈ വിവാഹം നടക്കുന്നത്. വിവാഹം നടക്കുന്നത് എങ്ങനെ? നാട്ടു നടപ്പനുസരിച്ചും വീട്ടുകാർ അറേഞ്ച് ചെയ്തതനുസരിച്ചും അല്ലെങ്കിൽ നമ്മുടെ അപ്പോഴത്തെ കാഴ്ചപ്പാടനുസരിച്ച് ഉള്ള ഒരു സ്നേഹബന്ധത്തിൽ ഒക്കെയാണ് നമ്മൾ വിവാഹം നടക്കുന്നത്. അപ്പൊ അതിനുശേഷം വരുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരാൾക്കായിരിക്കും ചിലപ്പോ ബാക്കി ആത്മീയ ഒരു ലിങ്ക് പുറമേ നിന്ന് എവിടെന്നെങ്കിലും, ഇപ്പൊ എന്റെ മെസ്സേജ് കേട്ട് പലർക്കും പുതിയ ഒരു കണക്ഷൻ വരുന്നത് പോലെ പലർക്കും ആ വിവാഹത്തിന് ശേഷം ചില മക്കളൊക്കെ അതിന് ശേഷമായിരിക്കാം ആത്മീയ വളർച്ചയുടെ ഒരു അടുത്തൊരു പടിയിലേക്ക് പെട്ടെന്നൊരു ചേഞ്ച് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒരു വ്യക്തി മാത്രം പെട്ടെന്ന് ആത്മീയത്തിൽ ഉയർന്നു വരുമ്പോ ഈ പങ്കാളി നമുക്ക് യോജിച്ചതല്ലായിട്ട് മാറും. കാരണം പങ്കാളി ഇപ്പോഴും പഴയ ലെവലിൽ തന്നെയാണ്, വളർച്ചയില്ലാത്ത ഒരു ആത്മാവായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ മുമ്പത്തെ ജീവിത രീതിയും ജീവിത വളർച്ചയെ വെച്ചിട്ടാണ് അന്ന് നമ്മൾ എന്റെ പങ്കാളി പൂർണ്ണമായി എനിക്കുള്ളതാണ് എന്ന രീതിയിലൊക്കെ നമ്മൾ ഒന്നിച്ചു പോയത്. പക്ഷെ പിന്നീട് നമ്മൾ ആത്മീയമായിട്ട് കൂടുതൽ വളരുകയും നമ്മുടെ ആത്മാവ് കൂടുതൽ പവർഫുൾ ആവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പല ശരികളും, കാരണം നമ്മൾ പിന്നെ കൂടുതൽ ശരിയിലോട്ടാണ് പോണത്, കൂടുതൽ സത്യത്തിലോട്ടാണ് അടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. പക്ഷെ ഈ ആത്മവളർച്ച ഇല്ലാത്ത നമ്മുടെ പങ്കാളിക്ക് ഇതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റൂല. അപ്പൊ അവിടെയാണ് തർക്കം വരുന്നത്. പിന്നെ ആ വ്യക്തി കാണിക്കുന്ന മണ്ടത്തരങ്ങളും തെറ്റുകളും പണ്ട് നമ്മളും കൂടെ ചേർന്ന് ചെയ്തുകൊണ്ടിരുന്ന മണ്ടത്തരങ്ങളും തെറ്റുകളൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ കൂടെയുള്ള പങ്കാളി പിന്നെ കാണിക്കുന്നതെല്ലാം നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ലെവലിലേക്ക് ആയിപ്പോകും. കാര്യം നമ്മുടെ ആത്മാവ് ഉയർന്നിട്ടുണ്ട്, നമ്മുടെ മനസ്സൊക്കെ മാറി വരികയും. പക്ഷെ നമ്മുടെ കൂടെയുള്ളവർ മാറുന്നില്ല. ഇത് സ്വന്തം വീട്ടിൽ മാതാപിതാക്കളോടൊക്കെ ആണെങ്കിൽ പോലും ഇതേ അവസ്ഥയാണ്. ഇപ്പൊ എന്നോട് ഇടപെടുന്ന പലരും കുടുംബമൊക്കെ വിട്ട് മാറി സ്വന്തമായിട്ട് ഒറ്റപ്പെട്ടൊക്കെ ജീവിതം തുടങ്ങിയിട്ടുണ്ട് പലരും. പക്ഷെ അതൊക്കെ എന്തുകൊണ്ട് എങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനൊക്കെ പിന്നിൽ വ്യവസ്ഥകളുണ്ട്. വെറുതെ നമ്മൾ അങ്ങനെ ചാടിക്കയറി നമ്മുടെ കുടുംബത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. അതിന്റെ പിന്നിലുള്ള വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. നമ്മൾ ആത്മീയമായിട്ട് വളർന്നാൽ, അല്ലെങ്കിൽ എന്റെ മെസ്സേജ് കേൾക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയോ എങ്ങനെയെങ്കിലും പുസ്തകങ്ങൾ വായിച്ചു പെട്ടെന്ന് നമുക്കൊരു ആത്മീയ വളർച്ച, ഒരു ഉയർച്ച വന്നാൽ നമ്മുടെ കൂടെയുള്ളവർ അതേ ലെവലിൽ വന്നില്ലെങ്കിൽ നമുക്കും അവർക്കും ഒക്കെ പിന്നെ ഒന്നിച്ചു പോകുമ്പോൾ ഒരു വിമിഷ്ടമായിരിക്കും. കാര്യം ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അവർ പിന്നെ കാണിക്കുന്ന മണ്ടത്തരങ്ങളെല്ലാം നമ്മൾ തർക്കിക്കുകയോ അതിനെ പുച്ഛിക്കുകയോ എതിർക്കുകയോ ചെയ്യാനുള്ള ടെൻഡൻസി സ്വാഭാവികമായിട്ട് നമുക്ക് വരും. കാരണം നമ്മൾ ശരിയിലേക്ക് കൂടുതൽ വരികയാണ്. അപ്പൊ അത്രയും വളരാത്തവർക്ക് നമ്മൾ തെറ്റിപ്പോകുന്നതന്നെ അവർക്കും തോന്നുള്ളൂ. അപ്പൊ അവര് വളരുന്നില്ല, അവര് തെറ്റിക്കിടക്കുന്നു നമുക്കും തോന്നും. അപ്പൊ ഈ രണ്ടു കൂട്ടരുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയെന്ന് തോന്നിക്കൊണ്ട് ഇങ്ങോട്ട് പഠിപ്പിക്കാനും അങ്ങോട്ട് പഠിപ്പിക്കലും തർക്കിക്കലും ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് വന്നിരിക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ശരിക്കും ആത്മീയ വളർച്ച വരുന്ന ഒരു വ്യക്തി അവർക്ക് കൂടുതൽ വളർന്ന് വരുമ്പോൾ ആദ്യം അവർ മനസ്സിലാക്കേണ്ടത് മറ്റവരെ ശിശുക്കളായതുകൊണ്ട് അവരെ നന്നാക്കാനോ പഠിപ്പിക്കാനോ നമുക്കൊണ്ട് പറ്റൂല. പക്ഷെ ചില വസ്തുതകൾ ജസ്റ്റ് ഒന്ന് പറയാം എന്നല്ലാതെ അവരാരും ഈ പറയുന്നത് കേട്ട്, നമ്മൾ പറയുന്നത് കേട്ട്
ചാടിക്കയറി അവരെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല. കാര്യം അവിടെ ആത്മാവ് അത്രയും വളർന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന മുകളിലോട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വഴക്ക് വരും. വരാതിരിക്കണമെങ്കിൽ നമ്മൾ മൗനമായി ഇരിക്കുക. അവർ കാണിക്കുന്ന മണ്ടത്തരങ്ങളും ഇതെല്ലാം ഒരു കൊച്ചു കുട്ടികൾ കാണിക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി, അറിവില്ലാത്തവർ കാണിക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് ആദ്യം നമുക്ക് വരണം. പക്ഷെ അത് പാടാണ്. അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ തർക്കവും വഴക്കങ്ങളും വരും. ഭാര്യ ഭർത്താവാണെങ്കിലും മാതാപിതാക്കളും കുട്ടികളും തമ്മിലാണെങ്കിലൊക്കെ ഈ ഒരു പ്രശ്നം വരും. വരുമ്പോ നമ്മൾ ചാടിക്കേറി അവരെ ഉപേക്ഷിച്ചിട്ട് പോവാൻ പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് ആത്മവളർച്ച വന്നു, അതോടെ എനിക്ക് നിങ്ങളോട് ജീവിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് നമ്മൾ അവരെ ഉപേക്ഷിക്കാൻ പാടില്ല. പക്ഷേ അവർ നമ്മളെ ഉപേക്ഷിച്ചാൽ നമ്മൾ അങ്ങ് മാറിക്കൊടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ പറയുന്ന ദൈവത്തെയോ ഇല്ല നമ്മൾ പറയുന്ന ആത്മീയ കാര്യങ്ങളോ ഒന്നും അവർ ഉൾക്കൊള്ളുന്നില്ല. അവർ നമ്മളെ പുച്ഛിക്കുന്നു, നമ്മൾ പറയുന്നവർ മാനിക്കുന്നില്ല, നമ്മൾ പറയുന്ന ദൈവത്തെ അവർ കളിയാക്കുന്നു അല്ലെ പുച്ഛിക്കുന്നു. ഈ ഒരു ലെവലിൽ നമ്മളെ അവർ അവോയ്ഡ് ചെയ്യുന്നെന്ന് തോന്നിയാൽ നമ്മൾ പതുക്കെ മാറിക്കളയണം. പക്ഷെ അവർ ചിന്തിക്കുകയാണ് ഇപ്പൊ നമ്മുടെ വരുമാനം ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ നമ്മളില്ലാതെ അവർക്ക് പറ്റൂല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ മാത്രം അവിടെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ കണ്ട് ഒരു കൊച്ചു കുട്ടി കാണിക്കുന്ന വിവരക്കേടായിട്ട് കണക്കാക്കി ക്ഷമിക്കാനും പൊറുക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇതല്ല നമ്മളില്ലേലും അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ സുഖമായി ജീവിക്കും, ഇല്ലെങ്കിൽ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളും എന്ന മനസ്സും ആ ഒരു ലെവലിലുമാണ് സിറ്റുവേഷൻ എങ്കിൽ വെറുതെ നിന്ന് നമ്മളും അവരൊക്കെ കൂടുതൽ നെഗറ്റീവ് ആവുന്നതിന് പകരം നമ്മൾ അങ്ങ് മാറിക്കൊടുക്കുക. ഈ കല്യാണം കഴിഞ്ഞ പലരും ഇതേ കാര്യങ്ങൾ എടുത്തു ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഭാര്യ ഭർത്താവായിട്ട് ഭയങ്കരമായ വഴക്കും ബഹളമൊക്കെ ആയിട്ട് പിരിഞ്ഞു നിൽക്കുന്നവർ പലരും ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പൊ അവരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്ന കാര്യം ഇതാണ്: അവർക്ക് നിങ്ങളെ ഉള്ളൂ എങ്കിൽ, നിങ്ങളെ ആശ്രയിച്ചാണ് നിങ്ങളുടെ പങ്കാളി നിൽക്കുന്നതെങ്കിൽ നിങ്ങളെ അവർ ഉൾക്കൊണ്ടിരിക്കും. അതല്ല അവർക്ക് വേറെ വരുമാനമോ അവർക്ക് വേറെ ജീവിതത്തിൽ സുഖമോ ഒക്കെയാണ് അവരുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിയമത്തിലൊന്നും അവരാരും വരാൻ പോകുന്നില്ല. കാര്യം അവരുടെ സുഖവും ജീവിതവും ഒക്കെ ഭൗതികത്തിൽ അവരുടെ ലെവലിൽ അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിലവർ സുഖിച്ചു നിൽക്കുന്ന കാലത്തോളം നിങ്ങൾ ഈ പറയുന്ന ആത്മീയ ശരിയും അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രകൃതിയുടെ വ്യവസ്ഥയിൽ നിന്നും അവരാരും വരാൻ പോകുന്നില്ല. കാരണം അവർ മറ്റേ ലെവലിൽ സുഖിച്ചു നിൽക്കുകയാണ്, അവർക്ക് അത് മതി. അങ്ങനെ വരുമ്പോ ഈ വഴക്കം പോലെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർ തന്നെ നിങ്ങളെ പതുക്കെ വേണ്ടാത്ത രീതിയിൽ തള്ളിക്കളയുന്ന ലെവലിലേക്ക് പ്രതികരിച്ചു തുടങ്ങും. നിങ്ങളൊരു ബാധ്യതയായിട്ട് അവർക്ക് വരും. കാരണം അവരുടെ സുഖങ്ങളും അല്ലെ അവരുടെ ഭൗതികമായിട്ട് അവർ കണ്ട ആ കാഴ്ചപ്പാടൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളതൊരു തടസ്സമാണ്, ഒരു ബാധ്യതയാണെന്ന് അവർക്ക് തോന്നുമ്പോൾ തന്നെ അവർ നിങ്ങളെ പതുക്കെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. അവരുടെ വാക്കിലൂടെയും അവരുടെ പ്രവൃത്തിയിലൂടെയൊക്കെ നിങ്ങളെ പുച്ഛിക്കുകയും നിങ്ങളെ ആട്ടി പായിക്കുന്ന ലെവലിലുള്ള സംസാരങ്ങൾ, നിങ്ങൾ പറയുന്നത് അനുസരിക്കില്ല, നിങ്ങൾ പറയുന്ന മൈൻഡ് ചെയ്യില്ല, ഇങ്ങനെയൊക്കെ പല രീതിയിലും നിങ്ങളോട് ഇറിറ്റേഷൻ കാണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങളെ അവർ തള്ളിക്കളയുന്നു. പക്ഷെ നിങ്ങളുടെ ചില ഭൗതികത്തില് വരുമാന കാശിന്റെ ആവശ്യത്തിനും ഒക്കെ ഉള്ളത് കൊണ്ട് വേണം വേണ്ടാതെ അവർ നിങ്ങളെ സഹിച്ച് വെച്ചേക്കുന്നതാണ്. പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങളെ അവർക്കൊരു പാഴാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവർക്കൊരു തലവേദനയാണെന്ന് അവർക്ക് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുന്നുണ്ടെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് നിങ്ങൾ പതുക്കെ മാറിക്കളയണം. മാറണം. കാരണം മാറാനുള്ള മനസ്സ് വരണം. അയ്യോ അവർക്ക് എന്റെ അച്ഛനല്ലേ, എന്റെ അമ്മയല്ലേ, എന്റെ ഭാര്യയല്ലേ എന്നൊക്കെ, നിങ്ങൾ എന്റെ ഭർത്താവല്ലേ എന്നൊക്കെ ചിന്തിച്ചും കൊണ്ട് നിങ്ങൾ പിന്നെയും കടിച്ചു തൂങ്ങി നിന്നാൽ നിങ്ങൾക്ക് ആത്മീയമായിട്ട് വളരാൻ കഴിയില്ല. ഇതിന് മറ്റൊരു വശമെന്ന് വെച്ചാൽ ഈ അന്ത്യകാലത്ത് ഞാൻ പറഞ്ഞല്ലോ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരുപാട് വളർന്ന ആത്മാക്കളുണ്ട്. അവരെ എല്ലാവരെയും ദൈവം കൂടുതൽ ആത്മീയ വളർച്ച നേടി അവരിലൂടെ ഒരു യുഗം സ്ഥാപിക്കാനാണ് ദൈവത്തിന്റെ പ്ലാൻ. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് ആത്മാക്കളെ ദൈവം ഇപ്പോൾ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുക്കുന്നവർക്കാണ് എന്റെ ഈ മെസ്സേജും അല്ലെങ്കിൽ ഇതേപോലുള്ള മെസ്സേജ് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ആത്മീയ ഉണർവ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഈ പുതിയ കാലഘട്ടത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ആദ്യം തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും തിരഞ്ഞെടുത്തത്. നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ ഭാര്യയോ ഭർത്താവിനെയോ ചിലപ്പോൾ തിരഞ്ഞെടുത്ത് കാണൂല. നിങ്ങൾക്ക് മാത്രമായിരിക്കും ആ ഒരു തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. കാരണം ആ കുടുംബത്തിൽ നിങ്ങളായിരിക്കും അതിന് യോഗ്യമായ ആത്മീയ വളർച്ച നേടിയൊരു വ്യക്തി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. അപ്പൊ നിങ്ങൾ വളർന്നു വരാൻ നോക്കുക. കൂടെ വളർച്ചയില്ലാത്തവരെ വലിച്ചു കയറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കാൻ പോകരുത്. അങ്ങനെ ശ്രമിക്കാൻ പോകുമ്പോഴാണ് ഇവിടെ വിഷയങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നത്. പിന്നെ ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശാന്തമായി ഇരുന്നാൽ പോലും അവരുടെ അകത്തുള്ള അവരെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നെഗറ്റീവ് ശക്തികൾ നിങ്ങളെ സദാ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ ഇട്ട് ഇളക്കി കഴിഞ്ഞു. ഇപ്പൊ പട്ടിയുടെ വായില് കമ്പിട്ട് കുത്തി അത് കടിയിട്ടു എന്ന് പറയുന്നത് പോലെ നിങ്ങൾ കമ്പിട്ട് കുത്തി ഇളക്കി കഴിഞ്ഞു. അപ്പൊ ഇളക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങൾ ശാന്തമായിരുന്നാൽ പോലും അതിന്റെ ഫലമായിട്ട് അവർ സദാ നിങ്ങളെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ പുച്ഛിച്ചുകൊണ്ടേയിരിക്കും.
അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെ അവിടെ നിന്ന് മാറിക്കളയണം. ഇത് മാറിക്കളഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരാൻ പറ്റൂല. ഇത് അവരവരുടെ ഇഷ്ടമാണ്, താല്പര്യമാണ്. അല്ലാതെ അവരെ ഇങ്ങനെയുള്ള വ്യക്തികളെയും അഡ്ജസ്റ്റ് ചെയ്യണം, ദൈവത്തിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ രണ്ടും കെട്ട പരുവത്തിൽ നിന്നാൽ നിങ്ങളുടെ ആത്മാവ് ബാക്കി വളരൂല. നമ്മളെ അവോയ്ഡ് ചെയ്യുകയും നമ്മളെ പുച്ഛിക്കുകയും നമ്മളെ മാനിക്കുകയും ചെയ്തവരിൽ നിന്നും നമ്മളായിട്ട് തന്നെ മാറിക്കൊടുക്കുക. അവർ സുഖമായി ജീവിച്ചോളും. ഇനി അതല്ല, നമ്മളില്ലാതെ അവർക്ക് പറ്റുന്നില്ല, സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്, ഇപ്പൊ നിങ്ങളുടെ വരുമാനത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നതെങ്കിൽ നിങ്ങളങ്ങനെ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നിങ്ങളുടെ കയ്യും കാലും പിടിച്ച് വന്നിരിക്കും. കാരണം അവർക്ക് വേറെ വഴിയില്ലല്ലോ. ഇനി അവർക്ക് വേറെ വഴിയുണ്ടെങ്കിൽ അവർ ആ വഴിയിൽ സുഖമായി ജീവിക്കട്ടെ, നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചാൽ മതി. എന്നെങ്കിലും അവർക്ക് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിടത്തേക്ക് അവർ വരും. ഇതാണ് നിയമം. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. നിങ്ങൾ ഉള്ളിടത്തേക്ക്, നിങ്ങൾ എവിടെയാണോ മാറി താമസിക്കുന്നത് അവിടേക്ക് അവർ വരണം. വന്നിട്ട് ഇനി നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പഠിപ്പിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ പാലിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് കൂടെ അതേ വ്യവസ്ഥയിൽ നിൽക്കാമെങ്കിൽ മാത്രം എന്റെ കൂടെ നിൽക്കാം എന്ന് അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ കൂടെ നിർത്തുക. അതിന് തയ്യാറായി അവർ വന്നാൽ അവരെ നിങ്ങൾ സംരക്ഷിക്കണം, നിങ്ങളെ കൂടെ നിന്നിരിക്കും. നിങ്ങൾ പാലിക്കുന്ന സകല നിയമങ്ങളും അവർ നിങ്ങളെ കൂടെ നിന്ന് പാലിച്ചിരിക്കും. ആ ഒരു മനസ്സായാൽ മാത്രമേ ഇനി അവരെ നിങ്ങളെ കൂടെ കൂട്ടാവൂ. ഇതെല്ലാം ദൈവം എനിക്ക് പണ്ടേ പറഞ്ഞു തന്നിരുന്ന വ്യവസ്ഥകളാണ്. ഈ വ്യവസ്ഥയിൽ വേണം ഇനി ആത്മീയ വളർച്ച വേണം എന്നുള്ളവർ ചെയ്തു പോവേണ്ടത്. അതല്ല അയ്യോ അവരെ കാര്യം കഷ്ടം, അവരെന്ത് ചെയ്യും എവരെന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് അവരെയും സുഖിപ്പിച്ച്, അല്ലെങ്കിൽ ബന്ധുക്കൾ എന്ത് പറയും നാട്ടുകാരെന്ത് പറയും എന്നൊക്കെ വിചാരിച്ച് അവരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബാക്കി ആത്മീയ വളർച്ച വരില്ല. ഈ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സത്യയോഗം അല്ലെങ്കിൽ ഒരു സുഖമായ ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം അവിടുത്തെ നെഗറ്റീവ്സ് എല്ലാം നിങ്ങളെ സദാ കുരുക്കിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളും വീണ്ടും വീണ്ടും നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. കാരണം മനസ്സുകൊണ്ടും ഒക്കെ ദുഷിച്ച് അങ്ങനെ നിൽക്കുമ്പോഴെല്ലാം നിങ്ങളും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയും. ഇപ്പൊ ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താവുമായിട്ട് സുഖമായി ജീവിച്ചു പോവുകയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ അന്ത്യകാലത്തുള്ള ഈ വിധ മെസ്സേജുകളും ഈ വിധ ദൈവിക രഹസ്യങ്ങളൊക്കെ ഇതിൽ രണ്ടുപേരും ചിലപ്പോൾ കേൾക്കുന്നത്. ഇതിൽ ഒരാളായിരിക്കും പെട്ടെന്ന് ആത്മീയമായി ഉയർന്നു വരുന്നത്. കാര്യം ബ്ലോക്കായി നിൽക്കുന്ന ആത്മാവ് ഈ വ്യക്തിക്കായിരിക്കും. ഈ വ്യക്തി ആൾറെഡി ആ ബ്ലോക്കായി നിൽക്കുകയായിരിക്കും. അപ്പൊ ഈ വിധ മെസ്സേജുകളും ഈ വിധ രഹസ്യങ്ങൾ അറിയുമ്പോൾ ആത്മാവ് പെട്ടെന്ന് ഒരു ആർത്തി കൊണ്ട് ആഹാരം വലിച്ചെടുക്കുന്നവരെ വലിച്ചെടുത്തിട്ട് പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ ആ കുടുംബത്തിൽ രണ്ടുപേരും തമ്മിൽ സ്പ്ലിറ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം രണ്ടുപേരും ആത്മീയ വളർച്ച ഇല്ലാതെ പ്രകൃതിയുടെ വ്യവസ്ഥകളൊക്കെ തെറ്റിയായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേർക്കും ചിലപ്പോൾ ഭക്തി കാണും, പക്ഷേ ഈ വ്യവസ്ഥകളൊന്നും പാലിക്കണം നിർബന്ധമില്ല. പക്ഷെ ഈ ഒരു ആത്മാവായിരിക്കും എന്റെ മെസ്സേജുകളൊക്കെ കേട്ട് പെട്ടെന്ന് ഒരു ആത്മീയ ഉണർന്നു വരുമ്പോൾ ഈ വ്യക്തിക്ക് പിന്നെ വ്യവസ്ഥകളെല്ലാം പാലിക്കേണ്ടി വരും. അങ്ങനെ ഉള്ളിൽ നിന്ന് വരുവുള്ളൂ, ശരികളെല്ലാം മാറി മാറി വരും. പക്ഷെ കൂടെയുള്ള പങ്കാളി അല്ലെങ്കിൽ അത് സമ്മതിക്കൂല, അതിന് നമുക്ക് തടസ്സമായി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കുക, കാണുന്ന തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിക്കുക, ഇതാണ് ഇങ്ങനെ എനിക്ക് പറ്റുള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ പാലിക്കുക. അങ്ങനെ വരുമ്പോൾ കൂടെയുള്ള പങ്കാളിക്ക് നിങ്ങളൊരു ബാധ്യതയായി വന്നുകൊണ്ട് അവർ തന്നെ നിങ്ങളെ തള്ളിക്കളഞ്ഞുകൊള്ളും. അല്ലാതെ നിങ്ങൾ തള്ളിക്കളയാൻ പാടില്ല, അവർ തന്നെ നിങ്ങളെ ഉപേക്ഷിച്ചുകൊള്ളും. അങ്ങനെ അവർ ഉപേക്ഷിക്കുമ്പോൾ ധൈര്യമായി ദൈവത്തോട് നന്ദിയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ വീട് വിട്ടിറങ്ങണം, സ്വന്തമായി മാറി താമസിക്കുകയൊക്കെ ചെയ്യണം. വെറുതെ അവിടെ നിന്ന് വഴക്കുമ്പോൾ ഉണ്ടായി കൂടുതൽ നെഗറ്റീവ് ആവാതെ മാറിക്കളയുക. ബാക്കി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്രകൃതി ഓരോരോ അദൃശക്തികളിലൂടെ വേണ്ട രീതിയിൽ ഡീൽ ചെയ്ത് കൊണ്ടുപോയിക്കോളും. നമ്മളായിട്ട് വെറുതെ അവിടെ നിന്നും കൊണ്ട് കൂടുതൽ മുഷിഞ്ഞ് നിൽക്കരുത്. ഇതാണ് എന്നിലൂടെ ദൈവം പറഞ്ഞു തരുന്ന ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. പക്ഷെ ഈ കടമകൾ നമുക്ക് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാണ് പലരും കടിച്ചു തൂങ്ങി സഹിച്ചു നിൽക്കുന്നത്. കടമ വേണം എന്നുള്ളത് അവരും ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഈ ചിന്തിക്കുന്നത് കടമ ചെയ്തല്ലേ പറ്റൂ, അയ്യോ എന്റെ കടമ ചെയ്യണ്ടേ എന്ന് നിങ്ങൾ തോന്നുന്നത് നിങ്ങൾക്ക് അത്രയും ആത്മവളർച്ച വന്നതുകൊണ്ടും നിങ്ങൾ അത്രയും പോസിറ്റീവായത് കൊണ്ടുമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആത്മാർത്ഥതയും സ്നേഹം തോന്നുന്നത്. പക്ഷെ മറ്റേ വ്യക്തിക്ക് ആ തോന്നൽ വരുന്നില്ലല്ലോ. നിങ്ങളെ പിന്നെയും ഹറാസ്മെന്റ് ചെയ്യുകയും കുത്തുകയും തള്ളയും പുച്ഛിക്കുകയും ചെയ്തിട്ട് നിങ്ങളുടെ പണം മാത്രം വാങ്ങിച്ചാൽ നിങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് അവർ തോന്നിയതുപോലെ ജീവിക്കുകയല്ലേ. അപ്പൊ അവർക്കും ആ ഒരു ബോധം വരണ്ടേ. അപ്പൊ കടമകൾ ചെയ്യണം, കടമകൾ വേണമെന്നുള്ളത് അവർക്കും ആ ചിന്ത വേണം. ഇപ്പൊ നിങ്ങളിലൂടെ നിങ്ങളുടേതായിട്ടുള്ള ചില കടമകൾ അനുഭവിക്കണം എന്ന ബോധം അവർക്കുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ മുന്നിൽ വായടച്ച് മര്യാദയ്ക്ക് നിങ്ങൾ പറയുന്ന കേൾക്കട അനുസരിച്ച് പല ശരികളും അവർ ഉൾക്കൊണ്ട് അതും ചെയ്യണം. അത് ചെയ്യാതെ നിങ്ങളുടെ കടമ എന്ന രീതിയിലുള്ള നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ മാത്രം വാങ്ങിച്ചും കൊണ്ട് നിങ്ങൾ പറയുന്ന അല്ലെ നമ്മൾ പറയുന്ന ദൈവത്തെയും തള്ളിക്കളഞ്ഞ് ആ ദൈവത്തിന്റെ നിയമങ്ങളും പാലിക്കാൻ താല്പര്യമില്ലാതെ അവരവർക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് കടമ ചെയ്യാൻ നമുക്ക് ആവശ്യമില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കടമ ചെയ്യണമല്ലോ എന്നും പറഞ്ഞ് പിന്നെയും കടിച്ചു തൂങ്ങി നിൽക്കുമ്പോഴാണ് പ്രകൃതിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നുന്നത്.
അവർ നമ്മളെ അവോയ്ഡ് ചെയ്യുകയോ അവർക്ക് നമ്മളെ വേണ്ട എന്ന രീതിയിൽ പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരോട് കടമ ചെയ്യരുത്. നാളത്തെ സമയത്ത് അവർ ക്ഷമ പറഞ്ഞ് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ നിങ്ങളുള്ളിടത്തേക്ക് വരട്ടെ എന്ന് നിങ്ങളിടത്തേക്ക് സമീപിച്ച് വരുമോ അതിനുശേഷം ബാക്കി കടമകൾ ചെയ്യേണ്ടത്. അച്ഛനായാലും ശരി, അമ്മയായാലും, ഭാര്യയായാലും, മക്കളായാലും, ആരായാലും നിങ്ങളുടെ രീതിയിൽ ശരിയാണെന്ന് അവർക്ക് എന്തെങ്കിലും ബോധ്യപ്പെട്ട് നിങ്ങളടുത്ത് നിങ്ങളെ ആശ്രയിച്ച് വന്നാൽ എന്ന് നിങ്ങൾ ആശ്രയിച്ച് വരുന്നു അതിനുശേഷം നിങ്ങൾ അവരുടെ അടുത്തുള്ള കടമകളെല്ലാം ചെയ്യണം. പക്ഷെ വേണ്ടാതെ തള്ളിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് വലിഞ്ഞു കയറി കടമ ചെയ്യാൻ പോകരുത്. അത് പ്രകൃതിയുടെ മുന്നിൽ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് തിരിച്ചറിയുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് എന്നെ വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ എന്റെ മെസ്സേജുകളെല്ലാം പണ്ട് മുതലേ കാണുന്നവരാണ്. പക്ഷെ അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളെല്ലാം എന്റെ മുൻ മെസ്സേജുകളിലൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഈ മെസ്സേജുകളിൽ നിന്നും ശരിക്കും ആത്മീയ രഹസ്യങ്ങളും മർമ്മങ്ങളും എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നു അതനുസരിച്ചാണ് നിങ്ങളുടെ ആത്മാവ് വളരുന്നത്. പക്ഷെ നമ്മളിതെല്ലാം കേട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് മനസ്സിൽ തന്നെ മാഞ്ഞു പോകും. കാരണം നെഗറ്റീവ് ശക്തികൾ അല്ല അദൃശ്യമായി നിൽക്കുന്ന ഈ പൈശാചിക ശക്തികൾ നമ്മുടെ തലച്ചോറിൽ നിന്നും പല കാര്യങ്ങളും മാച്ചു കളയും. ഇത് മാഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ ആത്മീയമായിട്ട് പിന്നെ ഡൗൺ ആയി പോകുന്നത്. ഈ ആത്മാവിന് എപ്പോഴും നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ മനസ്സിൽ നമ്മൾ കേട്ട ഈ പ്രകൃതിയുടെ രഹസ്യങ്ങളും മർമ്മങ്ങളും ഇതെല്ലാം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളർന്നു വരാൻ പറ്റുള്ളൂ. അപ്പൊ പലരും എന്നെ വിളിക്കുമ്പോൾ പലതും മറന്നു പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞു കൊടുക്കുകയാണ് പല കാര്യങ്ങൾ, പണ്ട് മുതലേ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ചത് കുറച്ച് ഷോർട്സുകളായിട്ട് പണ്ടുള്ള മെസ്സേജുകളിൽ നിന്നും പ്രധാനപ്പെട്ട സാധനങ്ങൾ ഈ ചെറിയ ഷോർട്ടുകളായിട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരിക. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഷോർട്സുകളായിട്ട് ഇതിനെ അയക്കുന്നുണ്ട്, ചില മെസ്സേജുകൾ. ഇതിലെല്ലാം അന്ന് പറഞ്ഞ പല പ്രധാന കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പണ്ട് കേട്ട കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ വരും. കാരണം ഇങ്ങനെ നിങ്ങളുടെ ഓർമ്മയിൽ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആത്മീയമായിട്ട് വളരാൻ കഴിയുള്ളൂ. കേട്ട കാര്യങ്ങൾ മറന്നു പോയാൽ നിങ്ങളുടെ ആത്മാവിന് വളരാൻ കഴിയൂല. ഇതാണ് ഇതിന്റെ ഒരു വസ്തുത. 1 മിനിറ്റ് താഴെയുള്ള ഷോർട്സുകൾ ആയതുകൊണ്ട് ആവശ്യമുള്ളവർ കാണണം. കണ്ടാൽ നിങ്ങൾക്ക് പണ്ട് കണ്ട പല കാര്യങ്ങളും നിങ്ങളുടെ മെമ്മറിയിലേക്ക് തിരിച്ചു വരും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.